ശ്രീ എൻ പി ചെക്കുട്ടി, ഇത് നോക്കൂ, കേരളത്തിന്റെ 2 മുഖ്യമന്ത്രിമാർക്കെതിരെ, ഞാൻ ഇന്നലെയും പറഞ്ഞു, കേരളത്തിന്റെ 2 മുഖ്യമന്ത്രിമാർക്കെതിരെ ബലപ്രയോഗം നടക്കേണ്ടി വരുന്ന സാഹചര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമാനത്തിൽ അതിക്രമമുണ്ടായി. അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെറ്റി എറിഞ്ഞു പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഈ നിലയ്ക്ക് ഉള്ള സമരങ്ങൾ, റീത്ത് വെച്ചുള്ള സമരങ്ങൾ, കൊലപാതക ശ്രമമാണെന്ന് ആരോപിക്കേണ്ടി വരുന്ന സമരങ്ങൾ എങ്ങോട്ടാണ് കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? അല്ല, സമരങ്ങൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ സമരങ്ങൾ അവിടെ ഒരു തരം വൈകാരികമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം പല നിലയിൽ പ്രകടിപ്പിക്കപ്പെടും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും അത് നേരത്തെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് അതിന് പരിഹാരം കാണാനുമുള്ള ഇൻ്റലിജൻസ് സംവിധാനവും പോലീസ് സംവിധാനവും സെക്യൂരിറ്റി സംവിധാനവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ സമരങ്ങൾ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള സന്ദർഭത്തിൽ സമരങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് നേരിട്ട് സർക്കാരിന് അറിയാം, രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാം, എല്ലാ കൂട്ടർക്കും അറിയാം. അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഒരു എന്താ പറയുക സമൂഹത്തിനകത്ത് എന്തെങ്കിലും ആപത്തും നടക്കുന്നതായിട്ടോ, കാരണം അതൊരു ജനാധിപത്യപരമായ അവകാശമാണ് റെസിസ്റ്റ് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അതിനുള്ള അവകാശം ജനങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സന്ദർഭങ്ങളൊക്കെ, ഇത് ഇന്നലത്തെ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പ് MVRനെതിരായിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു കയ്യേറ്റങ്ങളുടെ ഒരു സമയം അദ്ദേഹം ആ ഒരു അവസരത്തിലാണ് കലാശിച്ചത്. അപ്പോ നമുക്ക് ആർക്കും എഴുതിക്കൂട്ടി പോകാൻ കഴിയില്ലല്ലോ. അതിക്രമങ്ങൾ ഉണ്ടായാൽ വെടിവെപ്പുണ്ടായി. അതെ, വെടിവെപ്പ് എവിടെ വെച്ചാൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെയും നമുക്ക് ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾ, അവർ നികുതി നൽകുന്നതാണ്. ഈ പോലീസ് ആയാലും ശരി, ആശുപത്രി ആയാലും ശരി, മറ്റെല്ലാ സംവിധാനങ്ങളും ഭരണ സംവിധാനം എന്ന് പറയുന്നതിന് ജനങ്ങളാണ് അതിനെ തീറ്റിപ്പോറ്റുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പണമാണ് ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും പെശകുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും തെറ്റ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് അത് ഉയർത്താനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഈ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്നു, അത് തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും ജനങ്ങൾക്കില്ല. എന്തിനാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ വിഷയത്തിൽ ഇപ്പൊ സമരം ചെയ്യുന്നത് തുടങ്ങിയ എന്താ പറയുക ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാദമുഖങ്ങളുമായിട്ട് ഭരിക്കുന്ന കക്ഷികൾ വരാതിരിക്കാനുള്ളത് പ്രതിഷേധമുണ്ടാവും. പ്രതിഷേധത്തിനെ റെസിസ്റ്റിനെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അവർ ചെയ്യേണ്ടതാണ്. അതിനപ്പുറത്ത് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പോലും അവകാശം. ഈ മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ 10-30 പോലീസുകാരുണ്ട് അവിടെ. അതായത് പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയാം, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നുള്ള ഉത്തരവാദിത്തം പോലീസ് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് ക്ഷതമേൽക്കുന്ന, പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് നമ്മളോട് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇത് നോക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി തന്നെ വേണമെന്നില്ല. ഈ നിലയ്ക്കാണ് പ്രതികരണങ്ങൾ പോകുന്നത് എങ്കിൽ നാളെ ഏത് സംഘടനയ്ക്കും 4 ആളുള്ള ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് ഇന്റിമിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഏത് ജനാധിപത്യ സമര സംവിധാനത്തിന്റെ പട്ടികയിൽ വരുന്നതാണ്? ഈ മൗലികാവകാശം, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്ന് പറയുന്നത് ഏത് പ്രതിഷേധത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്? ഇതെങ്ങനെയാണ് പ്രതീകാത്മക സമരമാകുന്നത്? നോക്കൂ, നാളെ എത്ര മുതിർന്ന നേതാക്കളുള്ളവരാണ്. നാളെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കെ സുധാകരൻ അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ, ഇവർക്കൊക്കെ വഴിയിലിറങ്ങി നടക്കണ്ടേന്നേ. നിങ്ങൾ ചെയ്തില്ലേ, അപ്പൊ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അന്ന് ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന ന്യായീകരണം മതിയോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മന്ത്രിക്ക് ഒരുപാട് പ്രായമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മന്ത്രി ഏറ്റവും നന്നായിട്ട് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. പൊതുസമൂഹത്തിനകത്ത് ഇടപെടുന്ന സമയത്ത്, പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എന്താ പറയുക സമരങ്ങളെ, പ്രതിഷേധങ്ങളെ നേരിടാനും അതിനോട് സമചിത്തതയോടുകൂടി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം അധികാര സ്ഥാനത്തുള്ളവർക്കുണ്ട്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ മന്ത്രിയുടെ അടുത്തേക്കൊന്നും ആരും എത്തിയതായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ പല ചാനലുകളും നോക്കിയിട്ടുണ്ട്. അവിടെ അവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. മന്ത്രിയെ ചുറ്റിപ്പറ്റി വളരെ അതിശക്തമായിട്ടൊരു പോലീസ് നിരയുണ്ടായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരാരെങ്കിലും മന്ത്രിയുടെ അടുത്തെത്തി എന്ന് തെളിയിക്കുന്ന ഒരു വിഷയം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പബ്ലിക് പ്രൊട്ടസ്റ്റ് പബ്ലിക് സ്പേസിലാണ് നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ അത്തരത്തിലൊരു വേദിയാണ്, അത് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് മന്ത്രിയാണ്, അതുകൊണ്ട് ആ വഴിയിൽ
ഇനി ആരും NP വാങ്ങുന്ന ശിവകുമാർ, പ്രായാധിക്യമുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് വയോജനങ്ങളോടുള്ള വിരുദ്ധതയാണ്. നിങ്ങളുടെ അവകാശമാണ്. തീർച്ചയായും ഞാൻ എന്റെ അവകാശം പ്രകടിപ്പിക്കുകയാണ്. പ്രായാധിക്യമുണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറയുന്നത് വയോജന വിരുദ്ധതയാണ്. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ നാട്ടിലുള്ളവർ പ്രതിരോധിക്കും എന്ന നിലയ്ക്ക് വീട്ടിലിരിക്കേണ്ടി വരും. അതിനപ്പുറത്തുള്ള സാമൂഹ്യ ക്രമം ലക്ഷ്യമിടുന്നതാണ് പ്രതിഷേധം ജനാധിപത്യത്തിൽ അല്ല, ജനാധിപത്യത്തിൽ പ്രതിഷേധമുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മന്ത്രിയാണോ വേറെ ആരോ എന്നുള്ള പ്രതിഷേധം എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്, കാതലാണ്, അതിന്റെ ജീവവായുവാണ് പ്രതിഷേധം. ശരി, ഇതിനെ പ്രതിഷേധം എന്ന് വിളിക്കാൻ എന്റെ സാമാന്യബോധം അനുവദിക്കുന്നില്ല. കാരണം ഇതൊരു അക്രമ സംഭവം എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ കാണുന്നത്. മന്ത്രി, ഇത് നോക്കൂ, മന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഇന്നലെയും പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. മന്ത്രി എന്നതിനപ്പുറത്തേക്ക് പെട്ടെന്ന് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാവുകയാണ്. ഈ ഭീകരാന്തരീക്ഷം എന്ന വാക്ക് ഒരുപക്ഷെ കടന്നു പോകുന്നതായിരിക്കും. പെട്ടെന്നൊരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണ്. മനുഷ്യർക്ക് പലതും സംഭവിക്കാമെന്നേ. മനുഷ്യർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാം, അവർക്ക് BP ഷൂട്ട് ചെയ്യാം, കുഴഞ്ഞു വീഴാം, അങ്ങനെ പലതും ഉണ്ടാകാം. അത് മന്ത്രി തന്നെ വേണമെന്ന് പോലുമില്ല. അവിടെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ആ നിലയ്ക്കുള്ള ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത് അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വിയോജിപ്പോടുകൂടി പറയുകയും ചെയ്യുന്നത്. Debate with Madhu Saji.